ഹായോ, ഇന്ന് നമ്മൾ ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കുന്നത്. ചെറിയ നമ്പേഴ്സിന്റെ സ്ക്വയർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ കണ്ടെത്താം. വലിയ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്ത് വരും, അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഐഡന്റിറ്റീസ് യൂസ് ചെയ്യും. ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വലിയ നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയർ കണ്ടെത്തുക. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 23 സ്ക്വയർ ആണെന്ന് വിചാരിച്ചോളൂ. 23 സ്ക്വയർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 20 + 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 20 + 3 എന്ന് പറയുമ്പോൾ a + b ഹോൾ സ്ക്വയർ. a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? a² + 2ab + b സ്ക്വയർ അല്ലേ? a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² + 2ab + b സ്ക്വയർ ആണ്. അപ്പോൾ 20 + 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 20 സ്ക്വയർ എന്താ? 400 + 2ab 2 × 20 × 3 plus b square എന്ന് പറഞ്ഞാൽ 9 equal to 400 plus 20 × 3 എന്ന് പറഞ്ഞാൽ 60 × 2 പറഞ്ഞാൽ 120 plus 9 എന്താ? 529. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സ്ക്വയർ ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിതൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാതെ എന്ത് ചെയ്യാനാണ് ചോദിച്ചത്? ഇതിന്റെ സ്ക്വയർ കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് 39 സ്ക്വയർ നോക്കാം. ആൻസർ 39 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 39 ഈക്വൽ ടു എന്താ? 30 + 9 ഹോൾ സ്ക്വയർ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² + 2ab + b സ്ക്വയർ. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഐഡന്റിറ്റി എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോബ്ലത്തിലേക്ക് കടക്കും. അപ്പം a² എന്താ? 30² + 2 × 30 × 9 + 9 സ്ക്വയർ. 30² എത്രയാ? 900 പ്ലസ് 30 × 9 എന്ന് പറഞ്ഞാൽ 270 ആണ്. 270 × 2 എന്ന് പറഞ്ഞാൽ 540 പ്ലസ് 9 സ്ക്വയർ. 900 പ്ലസ് 540 9 സ്ക്വയർ. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81. 540 പ്ലസ് 81 എന്ന് പറഞ്ഞാൽ എത്രയാ? 621. 621 പ്ലസ് 900 എന്ന് പറഞ്ഞാൽ 1521 ആണ് നമ്മുടെ ഉത്തരം. നമ്മളോട് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 42 സ്ക്വയർ. ആൻസർ 42 സ്ക്വയർ ഈക്വൽ ടു എന്താ? അതും നമുക്ക് a + b ഹോൾ സ്ക്വയറിന്റെ രീതിയിൽ ചെയ്യാൻ പറ്റും. a² + 2ab + b സ്ക്വയർ. ആദ്യം നമ്മൾ ഐഡന്റിറ്റി എഴുതി വെക്കും. ആദ്യം നമ്മൾ ഐഡന്റിറ്റി എഴുതി വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം? 42 സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 40 + 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി വെക്കും. ഐഡന്റിറ്റി ആയി. അത് നമ്മൾ എഴുതി വെക്കും. a² 40² പ്ലസ് 2 × 40 × 2 പ്ലസ് എന്താണ്? 4. 40² 4 എന്ന് വേണ്ട, 2² എന്ന് തന്നെ എഴുതി ഈക്വൽ ടു 40² എന്താ? 1600 പ്ലസ് 2 × 40 × 2 40 × 4 എന്ന് പറഞ്ഞാൽ 160 പ്ലസ് 4 1600 plus 160 1760 plus 4 1764 എന്നാണ് നമ്മുടെ ഉത്തരം. അടുത്തായിട്ട് നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. 25 സ്ക്വയർ എന്താണ്? നമുക്ക് 625 ആണെന്ന് അറിയാം. 25 സ്ക്വയർ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ 2 അല്ല ഉള്ളത്. 5ന്റെ അപ്പുറത്ത് നമുക്ക് എന്ത് വാല്യൂ ആണ് ഉള്ളത് നോക്കാം. 5ന്റെ വാല്യൂ അപ്പുറത്ത് എന്താ? 2 ആണുള്ളത്. അപ്പം 2 × പിന്നെ അത് +1 2 × 2 + 1 എന്ന് പറഞ്ഞാൽ എന്താ? 3 100 + 25 എന്ന് നമുക്ക് എഴുതി വെക്കാം. 2 × 3 എന്ന് പറഞ്ഞാൽ 600 ആണ്. 600 + 25 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 625. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. 35 സ്ക്വയർ. 35 സ്ക്വയർ എത്രയാണെന്ന് നമുക്കറിയാം. 1225 ആണെന്ന് നമുക്കറിയാം. 35 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1225 ആണ്. അത് നമുക്ക് എങ്ങനെ കിട്ടാം? ഇവിടെ 3 ആണുള്ളത്. 5ന്റെ ഇപ്പുറത്തെ ഏതാ വാല്യൂ? 3 ആണുള്ളത്. അപ്പം 3 × 4 എന്താ? 100 പ്ലസ് 25. 3 × 4 എന്ന് പറഞ്ഞാൽ 1200 ആണ്. പ്ലസ് 25 എന്ന് പറഞ്ഞാൽ 1225. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഇനിയിപ്പോൾ അത് 125 സ്ക്വയർ ആണെന്ന് വിചാരിച്ചോളൂ. 125 സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്തുണ്ടാക്കാം. എങ്ങനെ ചെയ്യാം?
ഇവിടെ 125 അല്ലേ, അപ്പോൾ 2 ഡിജിറ്റ് ഉണ്ട്. 12 എന്ന് പറഞ്ഞ ഡിജിറ്റ് 12 ഇൻറ്റു 1300 പ്ലസ് 25 നമുക്ക് എഴുതാം. 12 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ എത്രയാ? 156 ആണ്. 156. 12 ഇൻറ്റു 12 പറഞ്ഞാൽ 144 ആണെങ്കിൽ 12 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ 156 ആണ്. ഇൻറ്റു 100 ആണ്, ഇവിടെ ഹൺഡ്രഡ്സ് ഉണ്ട്. അപ്പോൾ ഇൻറ്റു 100 പ്ലസ് 25 എന്താണ് ആൻസർ? 15625 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. 15625. അപ്പം A5 ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A ഇൻറ്റു A പ്ലസ് 1 ഹൺഡ്രഡ്സ് പ്ലസ് 25 എന്ന് പറയാം. A5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A ഇൻറ്റു A പ്ലസ് 1 ഹൺഡ്രഡ്സ് പ്ലസ് 25 ആണെന്ന് നമുക്ക് ജനറൽ ആയിട്ട് പറയാം. അടുത്തതായിട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? പൈത്തഗോറൻ ട്രിപ്ലെറ്റ്സ് എന്തൊക്കെയാണ്? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ഈക്വൽ ടു 25. അതെന്താണ്? 5 സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ. അതേപോലെ നമുക്ക് എന്താ പറയാം? 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്താണ്? 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. ഈക്വൽ ടു 100 ആണെന്ന് നമുക്കറിയാം. 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ആണ്. അതേപോലെ നമുക്ക് എന്ത് പറയാം? 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്താണ്? 144 പ്ലസ് 25 എന്താണെന്ന് നമുക്കറിയാം. 169 ആണെന്ന് പറയാം. അതായത് 13 സ്ക്വയർ. ഇങ്ങനെയുള്ള ഇതിനെയാണ് നമുക്ക് പൈത്തഗോറൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. 2 സ്ക്വയർ ആഡ് ചെയ്തിട്ട് മൂന്നാമത് ഒരു സ്ക്വയർ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് പൈത്തഗോറൻ ട്രിപ്ലെറ്റ് എന്ന് പറയാം. ഫോർ എനി നാച്ചുറൽ നമ്പർ m greater than 1 we have 2m whole square plus m square minus 1 whole square equal to m square plus 1 whole square എന്നാണ് നമ്മളുടെ പൈത്തഗോറൻ ട്രിപ്ലെറ്റ്സ് പറയുന്നത്. അതായത് 2m ഉം m square minus 1 ഉം m square plus 1 ഉം പൈത്തഗോറൻ ട്രിപ്ലെറ്റ്സ് ആണ്. എങ്ങനെ? 2m whole square ഉം m square minus 1 whole square ഉം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? m square plus 1 whole square കിട്ടും. ഇത് എങ്ങനെയാണെന്ന് ഒന്ന് ചെയ്ത് നോക്കാം. 2m എമ്മിന് നമുക്കൊരു 3 കൊടുത്ത് നോക്കാം. എമ്മിന് നമുക്ക് 3 കൊടുത്താൽ 2m എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2m ഈക്വൽ ടു എന്താ? 6 വന്നു. m സ്ക്വയർ മൈനസ് 1 m സ്ക്വയർ എന്ന് പറഞ്ഞാൽ m സ്ക്വയർ മൈനസ് 1 എന്തായിരിക്കും? 3 സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8. m സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 സ്ക്വയർ പ്ലസ് 1 10. 2m സ്ക്വയർ പ്ലസ് m സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്താണ്? 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈക്വൽ ടു എന്താ? 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്താണ്? 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അറിയാം? 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 പ്ലസ് 8 സ്ക്വയർ പ്ലസ് 64 ഈക്വൽ ടു 100 ആണെന്ന് നമുക്കറിയാം. 100 എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു 10 സ്ക്വയർ ആണ്. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ m സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഉത്തരം തന്നെ കിട്ടി. 2m ഹോൾ സ്ക്വയർ പ്ലസ് m സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു m സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇതിനെയാണ് നമ്മൾ പൈത്തഗോറൻ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. 2m m സ്ക്വയർ മൈനസ് 1 m സ്ക്വയർ പ്ലസ് 1. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പൈത്തഗോറൻ ട്രിപ്ലെറ്റ് വേർ ദ സ്മോളസ്റ്റ് നമ്പർ ഈസ് 8. നമുക്ക് സ്മോളസ്റ്റ് നമ്പർ 8 ആയിട്ടുള്ള പൈത്തഗോറൻ ട്രിപ്ലെറ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? 2m ഉം m സ്ക്വയർ പ്ലസ് 1 ഉം m സ്ക്വയർ മൈനസ് 1 ആണ് നമ്മളുടെ ട്രിപ്ലെറ്റ്. ഇതിൽ ഏത് വേണമെങ്കിലും ഈ 8 ആവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ലെറ്റ് എന്ത് m സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 8 ആണെന്ന് നമ്മൾ എടുത്തു നോക്കാം. നമ്മൾ ട്രയൽ ആൻഡ് എററിലാണ് ഇതൊക്കെ ചെയ്ത് നോക്കുന്നത്. ശരിയാണെങ്കിൽ നമുക്ക് അതിൽ പ്രൊസീഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇതിത്തെ വേറെ ഏതെങ്കിലും വാല്യൂ ഇട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്തു. m സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 8 ആണെന്ന് നമ്മൾ എടുത്തു. അപ്പോൾ m സ്ക്വയർ എന്തായിരിക്കും? 9 ആയിരിക്കും. m ഈക്വൽ ടു 3. m ഈക്വൽ ടു 3 ആണെങ്കിൽ 2m എന്താ? 2m ഈക്വൽ ടു 6 ആണ്. m സ്ക്വയർ പ്ലസ് 1 എന്തായിരിക്കും? m സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 1 എന്താ? 10. അപ്പം 6, 8, 10. ഇതിൽ 8 ചെറിയ വാല്യൂ 8 അല്ലല്ലോ, 6 അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല. ഇതല്ല നമ്മളുടെ ആവശ്യമുള്ള ട്രിപ്ലെറ്റ്. സിൻസ് 8 is not the smallest number in this triplet, we have to find another
ട്രിപ്ലറ്റ്. ഇതിൽ 8 സ്മോളസ്റ്റ് നമ്പർ അല്ല ട്രിപ്ലറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേറെ ട്രിപ്ലറ്റ് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചെയ്യുക. m² - 1 = 8 ആണെന്ന് നമ്മൾ എടുത്തു നോക്കി. അടുത്ത നമ്മൾ 2m = 8 ആയിട്ട് എടുത്തു നോക്കാം. 2m = 8 പറഞ്ഞാൽ എന്താ, m = 4 ആണെന്ന് നമുക്കറിയാം. m² - 1 എന്തായിരിക്കും? m² - 1 എന്ന് പറഞ്ഞാൽ 4² - 1 എന്താ 16 - 1 = 15. m² + 1 എന്തായിരിക്കും? 4² + 1 = 16 + 1 = 17. ഇതിൽ 2m 8, m² - 1 എന്ന് പറഞ്ഞാൽ 15, m² + 1 എന്ന് പറഞ്ഞാൽ 17. ഇതിൽ സ്മോളസ്റ്റ് എന്താ 8 തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ റിക്വയർഡ് ട്രിപ്ലറ്റ്. അപ്പം റിക്വയർഡ് ട്രിപ്ലറ്റ് ഈസ് 8, 15, 17. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം അതിൻ്റെ പൈത്തഗോറൻ ട്രിപ്ലറ്റ് ഇൻ വിച്ച് വൺ മെമ്പർ ഈസ് 12. ഒരു നമ്പർ 12 ആയിട്ടുള്ള പൈത്തഗോറൻ ട്രിപ്ലറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2m ഉം m² - 1 ഉം m² + 1 ആണ് നമ്മളുടെ ട്രിപ്ലറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, m² - 1 = 12 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള രണ്ടെണ്ണം കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം. m² - 1 12 ആണെങ്കിൽ m² എന്തായിരിക്കും? 13 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, we cannot get a integer for m. അപ്പം നമുക്ക് ഇൻറ്റിജർ കിട്ടില്ല m ആയിട്ട്. അപ്പം നമുക്ക് എന്ത് പറ്റില്ല, and so this cannot give a Pythagorean triplet. അപ്പോൾ m² = 13 ആണ്. അപ്പോൾ m എന്ന് പറയുന്നത് √13 ആണ്. √13 എന്താവില്ല, ഇൻറ്റിജർ ആവില്ല. ഇൻറ്റിജർ ആവാതെ നമുക്ക് പൈതഗോറൻ ട്രിപ്ലറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത വാല്യൂ എടുത്ത് നോക്കാം. ഏതാ, m² - 1 എടുത്ത് നോക്കി. അപ്പം m² + 1 എടുത്ത് നോക്കാം. m² + 1 = 12 ആയിട്ട് എടുത്ത് നോക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, m² = 11 എന്ന് കിട്ടും. അപ്പോഴും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, സെയിം റീസൺ കാരണം അപ്പോഴും അതും ചെയ്തു നോക്കി, അതും കിട്ടിയില്ല. അപ്പം നമുക്ക് എന്ത് പറയാം, 2m = 12 എന്ന് എടുത്തു നോക്കാം. അപ്പം m എന്തായിരിക്കും, 6 ആണ്. അപ്പം m² - 1 എന്തായിരിക്കും, m² - 1 എന്ന് പറഞ്ഞാൽ 6² - 1 = 36 - 1 = 35. m² + 1 എന്തായിരിക്കും, m² എന്ന് പറഞ്ഞാൽ 6 + 1 എന്ന് പറഞ്ഞാൽ 37. അപ്പം നമ്മളുടെ ട്രിപ്ലറ്റ് എന്താ, റിക്വയർഡ് ട്രിപ്ലറ്റ് ഈസ് 12, 35, 37.